നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇവിടെ ഒരു വ്യത്യസ്തമായ പ്ലാനിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കാണും. ഡയമണ്ട് അൽപ്പ് ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്ലാന് വരികയാണ്. ഇങ്ങനെയുള്ള പ്ലാന് നമ്മൾ റീബർത്ത് ഐ ഡി എന്ന് കണ്ടിട്ടേ ഉള്ളൂ. റീബർത്ത് ഐ ഡി ഇവിടെ എല്ലാവർക്കും സ്റ്റാർട്ടായി. ആദ്യം ചേർന്ന ആളുകൾക്കൊക്കെ 6-ാം തീയതി വരെയുള്ള ആളുകൾക്കൊക്കെ റീബർത്ത് ഐ ഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ തോതിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ലിങ്കാണ് ഏറ്റവും മുകളിൽ കാണിക്കുന്നത്. അതായത് ഇവിടെ കോപ്പി ലിങ്ക് ചെയ്താൽ അവിടെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഷെയർ ലിങ്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ 5900 രൂപ സെൻഡ് ചെയ്തു. 300 രൂപ സ്പോൺസറിങ്കും കൊടുത്തു. റിസീവ്ഡ് ഹെൽപ്പ് 7600 കിട്ടി. റിസീവ്ഡ് ഹെൽപ്പ് സ്പോൺസറിൽ നിന്ന് 3300 രൂപ കിട്ടി. ഇവിടെ ഡയറക്റ്റ് 53. ടോട്ടൽ മെമ്പർ 364. എൻ്റെ 3ാമത്തെ ഐ ഡിയാണ്. ടോട്ടൽ മെമ്പർ ഇപ്പോൾ 506 രണ്ടുപേരും 498 ഇന്ന് ആൾ കൂടിയിട്ടുണ്ടാവും. പിന്നെ 500 കാണും. ഓക്കെ, ഇവിടെ എൻ്റെ ടോട്ടൽ റീബർത്ത് ഐ ഡി 2. ഇവിടെ ഏറ്റവും താഴെ ജോയിൻ അവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അവിടെ ടച്ച് ചെയ്താൽ മതി, ടെലിഗ്രാമിലേക്ക് നിങ്ങൾ പോകും. ഇവിടെ ഞാൻ ഡാഷ്ബോർഡിൽ ടച്ച് ചെയ്യാം. ഇവിടെ മൈ പ്രൊഫൈൽ ടച്ച് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, കാരണം അത് യൂട്യൂബിൽ ഇടാനുള്ളതായത് കൊണ്ടാണ്. ഇവിടെ ടച്ച് ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അവിടെ ഗൂഗിൾ പേ, ഫോൺ പേ നിർബന്ധമായിട്ടും ഏഡ് ചെയ്യാം. ഇത് അത്യാവശ്യമാണ്, നിർബന്ധമായിട്ട് ഏഡ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ ഇപ്പം കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങളത് ചെയ്തിരിക്കണം. പിന്നെ ചേഞ്ച് പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ഈ പിൻ മാനേജ്മെൻറ്റിൽ പോയാൽ നമുക്ക് അവൈലബിൾ ഈ പിന്ന്, നിങ്ങൾ പിന്നുണ്ടെങ്കിൽ അത് കാണിക്കും. യൂസ്ഡ് ഈ പിന്ന് കാണിക്കും. ഈ പിൻ ട്രാൻസ്ഫറിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരാൾക്ക് പിൻ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അടുത്ത പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങളുടെ ഏതാണ് ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഐ ഡിയിലേക്ക് ആ ഐ ഡി നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ എത്ര പിന്നാണോ അയക്കേണ്ടത് അവിടുത്തെ ക്വാണ്ടിറ്റി അവിടെ കൊടുക്കുക. എന്നിട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ, സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അന്നേരം അവരുടെ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഈ പിന്ന് പോകുന്നതാണ്. പിന്നെ മെയിനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ പിൻ ട്രാൻസ്ഫർ റിപ്പോർട്ടും ഈ പിൻ റിസീവ്ഡ് റിപ്പോർട്ടും ഒക്കെയാണ്. അടുത്തത് ഗ്ലോബലിലേക്ക് കയറാം. ഗ്ലോബൽ ഓട്ടോപൂൾ ലെവൽ 1 ഞാൻ പോവാണ്. എൻ്റെ ഐ ഡി നമ്പർ ഇവിടെ ഓപ്പണായി. 24-ാം നമ്പർ ഐ ഡി ആണ്. 2500 കിട്ടി. പിന്നെ 137-ാം നമ്പർ റീബർത്ത് ഐ ഡി ആണ്. അത് 2500 കിട്ടി. പിന്നെ 893 അതിൽ ഇപ്പോൾ 2500 വന്നിട്ടില്ല, അത് വരാൻ ടൈം എടുക്കും. പിന്നെ സെക്കൻഡ് ലെവലിൽ എൻ്റെ 23-ാം നമ്പറാണ്. 4700 കിട്ടി. പിന്നെ റീബർത്ത് ഐ ഡി 112, അത് 4700 കിട്ടി. പിന്നെ മൂന്നാം ലെവലിൽ എനിക്ക് 1500 വന്നിട്ടില്ല, അപ്ഗ്രേഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ 24-ാം നമ്പറാണ് എൻ്റെ മെയിൻ ഐ ഡി. 113 റീബർത്ത് ഐ ഡി. 3ാം ലെവലിൽ റീബർത്ത് ഐ ഡി 113 എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഐ ഡി മാത്രമാണ് 3ാം ലെവലിൽ എത്തിയത്, റീബർത്ത് ഐ ഡി. അത് കഴിഞ്ഞ് നമുക്ക് റിപ്പോർട്ട്സിൽ പോകാം. റിപ്പോർട്ട്സിൽ സെൻഡ് ഹെൽപ്പിൽ നമുക്ക് കിട്ടിയ ക്യാഷിനെ കുറിച്ചൊക്കെ ഇതിൽ കൊടുത്ത ക്യാഷ് ഇതിൽ കാണിക്കും. സ്പോൺസറുടെയും 500, 1500 രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് റീബർത്ത് ഐ ഡിൻ്റെ 1500 ഒരു 500-ഉം ഒരു സ്പോൺസറിന് 100 രൂപ കൊടുത്തു. സ്പോൺസറിന് 50 രൂപ കൊടുത്തു റീബർത്ത് ഐ ഡിൻ്റെ. അതുപോലെ മുകളിലും കൊടുത്തിട്ടുണ്ട് 50 രൂപയും 100 രൂപയും സ്പോൺസറിൻ്റെ. ഓക്കെ, പിന്നെ റിസീവ്ഡ് ഹെൽപ്പ് റിപ്പോർട്ട്സിൽ റിസീവ്ഡ് ഹെൽപ്പ് ഗ്ലോബലിൽ പോയി ടച്ച് ചെയ്ത ലാസ്റ്റുള്ളതിൽ നമുക്കിവിടെ കിട്ടിയതൊക്കെ കാണിക്കും. 2500, 1, 2, 3, 700, 4ാമത്തെ 700 കിട്ടി. പിന്നെ 1, 2, 3, 700, 4ാമത്തെ 700 ഇവിടെ താഴത്തുള്ളതാണ്. ഇവിടെ ഒരു 700 കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം പൈസ അയച്ചു തരാത്തത് കൊണ്ട് ഇത് റിജക്റ്റ് ആയതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചുതരാം. റിപ്പോർട്ട്സിൽ പോയിട്ട് എൻ്റെ റിസീവ്ഡ് ഹെൽപ്പ് സ്പോൺസർ റിസീവ്ഡ് ഹെൽപ്പ് എത്രയാണെന്ന് കാണിക്കാം. ഇവിടെ ഇത്ര പേരിൽ നിന്നും
50 50 50 50 50 50 100 100 100 100 100 100 100 എല്ലാം കണ്ടോ 100 ഇത്രയും കാശുകൾ വന്നിട്ടുണ്ട്. ഇതാ 3300 രൂപയാണ് എനിക്ക് സ്പോൺസറിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾക്ക് കഴിയുന്ന ആളുകളിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് തന്നെ 7600 രൂപ സ്പോൺസർ കിട്ടും. അതോ അവിടെ നിന്നോ? ഇല്ല, അവിടെയും നിൽക്കുന്നില്ല. നിങ്ങളുടെ സ്പോൺസർ എത്ര റീബർത്ത് അവർക്ക് ക്രിയേറ്റ് ആവുമോ അതിൽ നിന്നൊക്കെ സ്പോൺസർ ഇൻകം വരും. അതുപോലെ നമ്മളെ ഐഡിയയിൽ തന്നെ വീണ്ടും ഒരു 1000 2000 ഐഡികളായാൽ നമുക്ക് ഒരുപാട് റീബർത്ത് ഐഡിയിൽ നിന്ന് പേയ്മെൻറ്റ് വരും. മൈ നെറ്റ്വർക്ക് ഇതിൽ നമുക്ക് നമ്മളെ ഡയറക്റ്റ് റെഫറലാണ്. ഡയറക്റ്റ് റെഫറൽ എത്ര പേരുണ്ടെന്ന് അത് കാണിക്കും. നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും, അത് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കാണിക്കുന്ന നെറ്റ്വർക്കിൽ നമുക്ക് ടോട്ടൽ മെമ്പർ എത്ര മെമ്പറുള്ളത് അത് കാണിക്കും. ജനറേഷൻ ട്രീയിൽ പോയിക്കാണെങ്കിൽ നമുക്ക് നമ്മൾ അണ്ടറിലുള്ള ആളുകളെ കാണിക്കും. ഓരോ ആളുകളുടെ അണ്ടറിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കി അവരുടെ അണ്ടറിൽ എത്ര ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെയിൻ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ചേർന്ന ആളുകളൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക. പല ആളുകളും നെറ്റ്വർക്കിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാത്ത ആളുകളാണ്. അവർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു.